അപ്പോൾ സുഹൃത്തുക്കളെ, ഹദി സിംഗിൻ്റെ നാമധേയത്തിലുള്ള ജൈനക്ഷേത്രമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ അത് കാണുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്, ഞാനുൾപ്പെടെ. അതിമനോഹരമായ ശില്പവേലയാണ്. അതിമനോഹരം എന്ന് തന്നെ പറയണം. കണ്ടോ, അതിമനോഹരമായ ഭംഗിയുള്ള ശില്പങ്ങൾ, സ്തൂപങ്ങളുടെ ശില്പവേല. അത്യുഗ്രൻ. ഇതൊക്കെയാണ് നമ്മുടെ കലാപാരമ്പര്യം. अंदर ओ अंदर फोटो नहीं मना. വെളിയിൽ നിന്നുള്ളതൊക്കെ എടുക്കാം, അത് തന്നെ ധാരാളം. എവിടെ സാറേ? ഓക്കെ. അപ്പോൾ ഹുദി സിംഗ് എന്നും പറയും. അപ്പോൾ ഹുദി സിംഗ് അതിൻ്റെ പേരിലുള്ള ക്ഷേത്രത്തിന് മുന്നിലുള്ള മനോഹരമായ സ്തൂപമാണ് കാണുന്നത്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, ഇവിടുത്തെ ശില്പവേലകൾ നോക്കുക. അതിഗംഭീരം, അത്യുജ്വലം എന്നേ പറയാൻ പറ്റും. അത്യുജ്വലം. അപ്പോൾ ഇവിടെ ജെയിൻ പൂജ നടക്കുകയാണ്. ജെയിൻ പൂജ ഉണ്ടോ? ഇതാണ് ജെയിൻ അഹിംസാവാദികളും വളരെ നല്ല മനുഷ്യരുമായിട്ടുള്ള ജൈനരാണ്. ഇത് അവരുടെ ജെയിൻ പൂജയാണ് നടക്കുന്നത് അതിഗംഭീരമായിട്ട്. എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമാണ്. ജെയിൻ പൂജ ഹുദി സിംഗിൻ്റെ പേരിലുള്ള ഈ ജൈന ക്ഷേത്രത്തിൽ നടക്കുന്നത് ജെയിൻ പൂജ. ജെയിൻ പൂജ സുഹൃത്തുക്കളെ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് നമുക്ക് ജെയിൻ പൂജ കാണാനുള്ള അവസരമുണ്ടായി. ഓക്കെ ജെയിൻ പൂജ. ഓക്കെ, ബായ്. I am YouTuber from Kerala. Okay, bye. Thank you. അപ്പോൾ സുഹൃത്തുക്കളെ, ജെയിൻ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും നടക്കുകയാണ്. നമുക്ക് ചുറ്റുപാടും നടന്ന് നോക്കാം. വാ, നമുക്ക് ശാന്തി മാഡം ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു ധൈര്യമായി. വാ, നല്ല ഗംഭീരമല്ലേ മാഡം? അല്ലേ? ബ്യൂട്ടിഫുൾ. അവിടെ ജെയിൻ പൂജയാണ് നടക്കുന്നത്. ഞാൻ കയറി അതെടുത്ത്, കല്യാണമല്ലത്രേ, ജെയിൻ പൂജയാണെന്ന് പറയും. ജെയിൻ പൂജ, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ജെയിൻ പൂജ, അവർ ജെയിൻ പൂജയെന്ന് എന്നോട് പറഞ്ഞത്. ഭാഗ്യമുണ്ടായി, അതാണ് ഞാൻ പറഞ്ഞത്. അതിമനോഹരമായ ശില്പവേല, അതിമനോഹരം, അത്യുജ്വലം. ഗംഭീരം. ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്ത് ബലം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ ജെയിൻ ടെമ്പിൾ ഹുദി സിംഗിൻ്റെ പേരിലുള്ള ജെയിൻ ടെമ്പിളിൻ്റെ ചുറ്റുപാടും നടക്കുകയാണ്. അതിമനോഹരമായ കൊത്തുപണി കണ്ട് മയങ്ങി നടക്കുകയാണ് എന്ന് പറയുന്നതാണ് സത്യം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഫ്രെയിമാണ്. അവിടെ പൂജയാണ്. പൂജയുടെയൊക്കെ ഞാൻ എടുത്തു. അവരെ ഇതിൽ ചെന്ന് വീണ്ടും ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിക്കും. അപ്പോൾ ഗംഭീര ശില്പവേലകളാണ്. ഗംഭീരം, അതിഗംഭീരം, അത്യുജ്വലം. അതാ, അതിഗംഭീരം, അത്യുജ്വലം.
സമയമില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം മടങ്ങുകയാണ്. വാതിലിലെ ശില്പവേല നോക്കുക. വാതിൽ ഗംഭീരം, അത്യുഗ്രൻ. ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്ന് വന്നാലും വേണ്ടൂല എന്നുള്ളതാണ് സത്യം. ഹായ്, तुम्हारा नाम? थैंक यू, थैंक यू. ब्यूटीफुल. अच्छा नहीं. आई एम ए यूट्यूबर फ्रॉम केरला for visiting this place. Okay, thank you very much. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ ജെയിൻ ടെമ്പിളിലെ ശില്പവേല. ഉദയ് സിംഗിൻ്റെ പേരിലുള്ള ജെയിൻ ടെമ്പിൾ. ഹലോ സുഹൃത്തുക്കളെ, രുദാബായ് സ്റ്റെപ്പ് വെൽ ആണ് കാണുന്നത്. രുദാബായ് സ്റ്റെപ്പ് വെൽ പടവ് കിണർ എന്ന് വേണമെങ്കിൽ പറയാം. പടവുള്ള കിണർ. അപ്പോൾ ഇത് രുദാബായിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. രുദാബായി ഇവിടുത്തെ രാജാവ് ചക്രവർത്തിയായ വീർ സിംഗിൻ്റെ ഭാര്യയായിരുന്നു. അപ്പോൾ അവർ ജനങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വെൽ കുഴിക്കാൻ തീരുമാനിച്ചതാണ് 1498. പക്ഷേ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് മുഹമ്മദ് ബാദ്ഷാ ആക്രമിക്കുകയും അത് വീർ സിംഗിനെ വധിക്കുകയും ചെയ്തു. ഓക്കെ, കണ്ട, വളരെ മനോഹരമായ സ്റ്റെപ്പ് വെൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു പടവ് കിണറല്ല, അത് വളരെ കലാപരമായ ശില്പചാതുരിയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് വെൽ കാണിച്ചു തരാം. രുദാബായ് സ്റ്റെപ്പ് വെൽ. ഇവിടെയൊക്കെ ശരിക്കും ധാരാളം മനസ്സിലാക്കാനുണ്ട് കാര്യങ്ങൾ. അതിമനോഹരമായ കൊത്തുപണികളാൽ അലങ്കൃതമായ സ്റ്റെപ്പ് വെൽ ജനങ്ങളുടെ ദാഹമകറ്റാൻ, കുടിവെള്ള പ്രശ്നം അകറ്റാൻ വേണ്ടി പണി കഴിപ്പിച്ചത് രൺബീർ സിംഗും വീർ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രുദാബായ് പണി തുടങ്ങിയപ്പോഴേക്കും മുഹമ്മദ് ബാദ്ഷാ ആക്രമിച്ച് വീർ സിംഗിനെ വധിച്ചു കളഞ്ഞു. പിന്നീട് രുദാബായി ആണല്ലോ ഉള്ളത്. സ്വാഭാവികമായും ബാദ്ഷായ്ക്ക് രുദാബായിയെ കല്യാണം കഴിക്കണം. പ്രധാനമായിട്ടും ആക്രമണത്തിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അതും കൂടെയാണ്, കല്യാണം കഴിക്കൽ. കല്യാണം കഴിച്ചില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ കഴിപ്പിക്കും. ഇതൊക്കെയാണ് ആക്രമണകാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാദ്ഷായ്ക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു രുദാബായിയെ. അപ്പോൾ ഇല്ലെങ്കിൽ തട്ടിക്കളയും. അപ്പോൾ രുദാബായി ഒരു ചെറിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതാണ്, ഈ സ്റ്റെപ്പ് വെല്ലിൻ്റെ പണി ഒന്ന് പൂർത്തിയാക്കി കിട്ടണം. അപ്പോൾ അത് ബാദ്ഷാ സമ്മതിച്ചു, സ്റ്റെപ്പ് വെല്ല് പണി പൂർത്തിയാക്കാം, പക്ഷേ കല്യാണം കഴിക്കണം. അങ്ങനെ രുദാബായി സമ്മതിച്ചു. അങ്ങനെ കല്യാണം ഗംഭീരമായി നടന്നു. സ്റ്റെപ്പ് വെൽ പണി പൂർത്തിയാക്കുകയും ചെയ്തു. വളരെ മനോഹരമായ ഇതൊക്കെയാണ് കാണാനുള്ളത്. സ്റ്റെപ്പ് വെൽ എന്ന് പറയുമ്പം വെറും ഒരു പടവ് കിണറല്ല. കണ്ടോ ഈ തൂണുകളുടെയൊക്കെ ആ സൈഡിൽ ഉള്ള ആ ശില്പകല ഏതോ ഹൈന്ദവ ഇസ്ലാമിക് ശില്പകല ഒക്കെ ആണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സ്വാധീനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വ്യുൽപ്പത്തിയുള്ളവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ വളരെ മനോഹരമായി പണിഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ് വെൽ. അങ്ങനെ മുഹമ്മദ് ഷാ സ്റ്റെപ്പ് വെൽ പൂർത്തിയാക്കാൻ അനുവാദം നൽകി. പകരം രുദാബായി സ്റ്റെപ്പ് വെൽ, രുദാബായി. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അതിമനോഹരമായി ശില്പവേല ചെയ്യപ്പെട്ട ഒരു സ്റ്റെപ്പ് വെല്ലാണ്, പടവ് കിണറാണ്. രുദാബായിയുടെ പേരിലാണ് ഈ പടവ് കിണർ ഉള്ളത്. അപ്പോൾ രുദാബായി സ്റ്റെപ്പ് വെൽ പൂർത്തിയാക്കാൻ ബാദ്ഷാ അനുവദിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വെൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി രുദാബായി സമ്മതിച്ചു. അങ്ങനെ മനോഹരമായ സ്റ്റെപ്പ് വെൽ അവിടെ നമ്മുടെ ചേച്ചി ലക്ഷ്മി ചേച്ചി എല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞ് അടിപൊളിയാണ് കിണർ. അത് പടവ് കിണർ കൊട്ടാരം പോലെയാണ്. അതാണ് അതിൻ്റെ ശരി. കിണർ അതാണ് അത് നോക്കണം. ഇതെല്ലാം കാണേണ്ടത് തന്നെയാണ് എന്നാണ് ലക്ഷ്മി ചേച്ചി പറയുന്നത്. എൻ്റെ അഭിപ്രായം അത് തന്നെ. വെറും കിണറല്ല, പടവ് കിണറല്ല, അത് കൊട്ടാരമാണ്. എന്നാൽ കിണറല്ലേ എന്ന് ചോദിച്ചാൽ കിണറാണ്. വെള്ളം കിട്ടും. കുടിവെള്ളക്ഷാമം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി രുദാബായി അങ്ങനെ ബാദ്ഷായെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുകയും അങ്ങനെ ഈ പടവ് കിണറിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ഉദ്ഘാടന ദിവസം സമാഗതമായി. ഉദ്ഘാടനം കെങ്കേമമായി നടന്നു. ആ ഉദ്ഘാടന സമയത്ത് തന്നെ ഈ പടവ് കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു രുദാബായി എന്ന് പറയപ്പെടുന്നു. അതാണ് രുദാബായി. അതുകൊണ്ട് തന്നെ ഈ കിണർ അറിയപ്പെടുന്നത് രുദാബായിയുടെ പേരിൽ. കണ്ടോ, ഇത് ഹൈറ്റ് കണ്ടോ, അത്രയും ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നത് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത രുദാബായി. നമ്മുടെ ജനാധിപത്യത്തിലെ ഗവൺമെൻറ്റുകൾക്ക് ഇത്തരം ചിന്ത ഉണ്ടോ? ഉണ്ടാവണം, ഉണ്ടാകേണ്ടതാണ്, ഉണ്ടായിരിക്കും, ഉണ്ട് എന്ന് തന്നെ കരുതാം. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്യാൻ സമ്മതിക്കുകയും മുഹമ്മദ് ബാഷ വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ കിണർ പൂർത്തിയായി. എന്നാൽ പത്രസ്നേഹത്താൽ പ്രചോദിതയായി എപ്പോഴാണോ ഉദ്ഘാടനം നടന്നത് ആ നിമിഷത്തിൽ തന്നെ ചാടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് രുദാബായിയുടെ മാഹാത്മ്യം. അപ്പോൾ ജനങ്ങൾക്ക് കിണർ തൻ്റെ ജീവൻ അതിന് വിലയായി നൽകി രുദാബായി. അങ്ങനെ രുദാബായിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റെപ്പ് വെല്ലാണ് സുഹൃത്തുക്കളെ കാണുന്നത്. ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കണം. ഒക്കെ ഗംഭീരമായ ആർക്കിടെക്ചറാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, രുദാബായി സ്റ്റെപ്പ് വെൽ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. രുദാബായി സ്റ്റെപ്പ് വെൽ കണ്ടോ, ഗംഭീരം, ഉഗ്രൻ, അത്യുജ്വലം, ആശയസമ്പന്നം, മൂല്യബോധത്ത് എന്നൊക്കെ പറയാം. ഇതൊക്കെയാണ് കാണാനുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, രുദാബായി സ്റ്റെപ്പ് വെല്ലിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ഇതൊക്കെ അവരുടെ ടോംബുകളായിരിക്കണം, ശവ കുടീരങ്ങൾ. അപ്പോൾ രുദാബായിയുടെയും രൺബീർ സിംഗിൻ്റെയൊക്കെ കാണും, മുഹമ്മദ് ബാദ്ഷായുടെയും ഉണ്ടായിരിക്കും. മുകളിൽ നിന്നുള്ള കാഴ്ച
മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. ഇതാ സ്റ്റെപ്പ് വെൽ, ഇതാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. വളരെ ഗംഭീരമായ നിർമ്മിതി. അപ്പോൾ സർവപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഒരു ഭരണാധികാരിക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ജനങ്ങളെ അവർ എങ്ങനെ പരിഗണിക്കുന്നു, അതോ അവരവരുടെ കാര്യം മാത്രം നോക്കുന്നുവോ? അത് എഗസ്റ്റ് ലൈറ്റാണ്, കാണൂല. ഓ, അത് എടുക്കാൻ അങ്ങോട്ട് ഇരുട്ടാണ്, കാണത്തില്ല. അപ്പോൾ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഭരണാധികാരികൾക്ക്? പ്രധാനപ്പെട്ടതാണ് എന്ന് അവർ പറയും, അതെല്ലാവരും പറയുമല്ലോ, അത് പറയാത്തവരാരുമില്ല. പക്ഷേ അവരെന്തെങ്കിലും ചെയ്യുമോ? അതാണ് ഇത്. തൻ്റെ സ്വപ്ന പദ്ധതിയായ സ്റ്റെപ്പ് വെൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, ജീവൻ ആഹൂതി ചെയ്ത രുദ്രാബായിയുടെ മാതൃക ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക്, ജനാധിപത്യത്തിലെ രാഷ്ട്രീയക്കാർക്ക്, ജനാധിപത്യത്തിലെ രാജാക്കന്മാർക്ക്, ജനങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രാജാക്കന്മാരായി വിരാജിക്കുന്നവർ ഇതൊക്കെ മനസ്സിലാക്കുമോ? അതൊരു ചോദ്യമാണ്. ഉത്തരങ്ങളൊന്നും പറയുന്നില്ല സുഹൃത്തുക്കളെ. അപ്പോൾ രുദ്രാബായി എന്തായാലും ഒരു വലിയ മാതൃകയാണ്. രുദ്രാബായി ഒരു വലിയ മാതൃകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റെപ്പ് വെൽ അവരുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളാണ് കാണുന്നത്. വളരെ മനോഹരമായി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു ആല് നിൽക്കുന്നു, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്. ഓക്കെ.